ആഗോള അയ്യപ്പ സംഗമം അങ്ങനെ പരിസമാപ്തിയിലെത്തുന്നു. പലയിടത്തും പല ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. അതിൻ്റെ ഇടയിൽ വി ഡി സതീശൻ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടി വരും. വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങൾക്ക് 9 വർഷക്കാലത്തിനിടയിൽ ശബരിമലയിൽ വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല. ഏകദേശം ഏറ്റെടുത്ത മാസ്റ്റർ പ്ലാനിന് വേണ്ടി ഏറ്റെടുത്ത 112 ഹെക്ടർ ഭൂമി ഇപ്പോഴും വനഭൂമി അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോരുകയാണ്. അവിടെ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടേതായ യാതൊരു നടപടിക്രമങ്ങളും അവിടെ പാലിച്ചിട്ടില്ല. ശബരിമലയ്ക്ക് നൽകേണ്ടിയിരിക്കുന്ന പണം പലപ്പോഴും അവിടേക്ക് എത്തിക്കുന്നില്ല. അതിൽ ഒരുപാട് വീഴ്ച വന്നു. ഏകദേശം 82 ലക്ഷം രൂപ ഇനിയും അവിടെ ശബരിമലയ്ക്കായി കൊടുക്കാമെന്നേറ്റ അത് ഇതുവരെ കൊടുത്തിട്ടില്ല തുടങ്ങിയ ആരോപണങ്ങളൊക്കെ വി ഡി സതീശൻ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളതാണ്. പിന്നെ അതിലേറെ രസകരമായ ഒരു കാര്യം ബോർഡ് വെച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ തിരുവനന്തപുരത്തും എല്ലാ ഭാഗങ്ങളിലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ബോർഡ് വെച്ചിരുന്നു. അതിൽ ശബരിമല അയ്യപ്പനെ കാണുന്നില്ല. പി എസ് പ്രശാന്തിനെ പോലുള്ള പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണുന്നില്ല. പകരം വി എൻ വാസവന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ചിത്രങ്ങൾ മാത്രമാണ് അതിനകത്ത് വെച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കടുത്ത ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. പിന്നെ അതോടൊപ്പം ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വരുമ്പോഴും നമുക്കറിയാം വി ഡി സതീശൻ ഈ 112 ഹെക്ടർ ഭൂമിയുടെ കാര്യവും അതോടൊപ്പം കൊടുക്കേണ്ട പണം കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മുഖവിലക്കെടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ എല്ലാം ഒരു ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിക്കുക എന്നതിനപ്പുറത്തേക്ക് വി ഡി സതീശൻ അതിനപ്പുറത്ത് വേറൊന്നും ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ ഉദാഹരണം സഹിതം നമുക്ക് പറയാൻ കഴിയുന്നത് ഈ AI ക്യാമറയും അതോടൊപ്പം തന്നെ നമ്മുടെ കെ ഫോണുമായി ബന്ധപ്പെട്ട അഴിമതി കഥകളെക്കുറിച്ച് ഒരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതിയുടെ മുമ്പിൽ ഫയൽ ചെയ്ത സമയത്ത് ഏകദേശം 90 പേജോളം വരുന്ന ആ പൊതു താല്പര്യ ഹർജിയിൽ ഒരിടത്ത് പോലും ഒരു തെളിവിൻ്റെതായ ഒരു അംശം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഏകദേശം 90 പേജ് ഉണ്ടായിരുന്നു. അതിനെവിടെയും അങ്ങനെ കണ്ടിട്ടില്ല. പൊതുവിൽ ഉന്നയിക്കപ്പെടുന്ന ചില ആരോപണങ്ങൾ മാത്രമാണ് ഒരു ഹർജിക്ക് പൊതു താല്പര്യ ഹർജിയിലൂടെ അവിടെ കൊടുത്തത് എന്ന് മാത്രമാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം സഭയിൽ പി രാജീവ് തന്നെയാണ് ഉന്നയിച്ചത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അത്രത്തോളം ഒരു പിന്നെ മുഖവിലേക്ക് എടുക്കാൻ കഴിയാത്തതാണ് പലപ്പോഴും വി ഡി സതീശൻ ഉന്നയിച്ചുകൊണ്ട് വരുന്ന ആരോപണങ്ങൾ എന്നുള്ളത് വ്യക്തമാണ്. എന്ന് തന്നെയാണെങ്കിലും ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒന്നിനെ ഇവിടെ എടുത്തുകൊണ്ട് ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ട് ഒരു വലിയ ഇളക്കം സൃഷ്ടിക്കാൻ അക്ഷരാർത്ഥത്തിൽ ഇവർക്ക് കഴിഞ്ഞു. അതായത് CPM-ന് കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അവർ പല മേഖലകളിലും എൻ്റെ ഇപ്പം നമുക്കറിയാം രാജ്മോഹൻ ഉണ്ണിത്താൻ എന്തൊക്കെയാണ് പറഞ്ഞത്? രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് അന്ന് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത നിലപാടിന്റെ ഭാഗമായി 2 തവണ സംസ്ഥാന അല്ലെങ്കിൽ CPM-നെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഇവിടുത്തെ ജനങ്ങൾ പരാജയപ്പെടുത്തി എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളൊന്ന് ആലോചിക്കുക, 2019 നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഒരു തെരഞ്ഞെടുപ്പ് പിന്നീട് ഇവിടെ ഉണ്ടാകുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റോളം നേടിയിട്ടാണ് ഇവിടെ CPM അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകുന്നത്. ഇത് നമ്മൾ പോകാൻ പാടില്ല. 21 അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇനിയിപ്പം അടുത്ത 26 തെരഞ്ഞെടുപ്പ് പോകുന്നു. രണ്ടാമത് വന്ന തെരഞ്ഞെടുപ്പിലും എങ്ങനെയാണ് അയ്യപ്പന്റെ വിഷയം, അതായത് 18 ആണ് ഇങ്ങനെ ഒരു വിഷയം അല്ലെങ്കിൽ ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു വലിയ സംഘർഷത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം തിരിഞ്ഞു പോകുന്നത്. അങ്ങനെ പോകുന്നു. അതൊരു വലിയ എന്താ പറയുക വർഗീയ കലാപം, വംശീയ കലാപം എന്നൊക്കെ പറയുന്ന തരത്തിലേക്കൊക്കെ എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിലേക്കൊന്നും എത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ ശരിയാണ് ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ സമയത്തുണ്ടായ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തോൽവി സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് 2021 എത്തുന്ന സമയത്ത് 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ശക്തമായ നിലയിലേക്ക് 99 സീറ്റോടുകൂടി അധികാരത്തിൽ അതും ഭരണ തുടർച്ചയിലേറുകയും ചെയ്ത സാഹചര്യം നമ്മൾ കണ്ടതാണ്. പിന്നെ എങ്ങനെയാണ് വരുന്ന അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ അയ്യപ്പന്റെ വിഷയം വീണ്ടും ഉയർന്നു വരികയും എന്തുകൊണ്ട് ഇടതുപക്ഷ പിന്നെ സ്ഥാനാർത്ഥികൾ ഒറ്റക്കെട്ടായി പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ളതിനെ കുറിച്ചൊക്കെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആ ഒരു വിലയിരുത്തൽ വളരെയധികം മോശമായി പോയി, അല്ലെങ്കിൽ അത് കുറച്ച് കടന്ന കൈയായി പോയില്ലേ എന്നൊരു സംശയവും നമുക്കുണ്ടാവും. പിന്നെ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ KJ ഷൈൻ എന്ന് പറയുന്ന ഷൈൻ ടീച്ചറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചില ആരോപണങ്ങൾ, അതിലൊക്കെ പറയുന്നു അച്ചൂമ്മനെ നിങ്ങൾ വേട്ടയാടിയിട്ടില്ലേ. അച്ചൂമ്മനെ കുറിച്ച് ഇങ്ങനെയൊരു പരാതി അന്ന് ഉയർന്നിട്ടില്ല. അതേസമയം ഇതിനു മുൻപ് ഉമ്മൻചാണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴും ജോപ്പനെ ഗൺമോൻ എന്ന് വിളിക്കുന്ന ഒരു തരത്തിലേക്ക് കൊണ്ട് എത്തിച്ചതിലും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ അടക്കവും അവരുടെ കുടുംബത്തെയും വേട്ടയാടുന്ന തരത്തിൽ പണ്ട്, അതായത് ഉമ്മൻചാണ്ടിക്ക് ആ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സമയത്തൊക്കെ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതും ഉമ്മൻചാണ്ടിക്കെതിരായി ഇവിടെ അറസ്റ്റ് ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടതും ഇതേ നേതാക്കന്മാർ തന്നെയാണ്. കെ മുരളീധരനും VM സുധീരനും VD സതീശനും ഒക്കെ തന്നെ അതിൽ അവരുടേതായ ഇൻട്രസ്റ്റുകൾ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് വാസ്തവമല്ലേ.
അച്ചൂമ്മനെതിരായിട്ട് എന്താണ് അവരുടെ ഫാഷൻ ഭ്രമത്തെക്കുറിച്ചും അവരുപയോഗിക്കുന്ന പിന്നെ ബാഗിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച വന്നത്. അല്ലാതെ ഈ രീതിയിൽ KJ ഷൈൻ ടീച്ചർക്ക് എതിരായി ഉയർത്തിയതുപോലുള്ള കുടിലമായ ആരോപണങ്ങളോ ഒന്നും ഉയർത്തിയിട്ടില്ല. പിന്നെ VD സതീശനെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ ഉയർത്തുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് CPM-നുള്ളിൽ തന്നെ വിഭാഗീയതയുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംഭവമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് ഈ വിഷയം ആദ്യമായി ഉയർത്തുന്നത് പ്രതിപക്ഷം ഷാജഹാനാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി VS-ന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ്. പിന്നീട് അന്ധമായ പിണറായി വിരോധം ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അക്കാലത്ത് തന്നെ അത് നമുക്കറിയാമല്ലോ, പണ്ടൊരു വിഭാഗീയതയുടെ ഒരു വലിയ പുകമറ നമ്മുടെ ഇടതുപക്ഷത്തിൽ ഉണ്ടായിരുന്നു, CPM-ൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ പൊളിറ്റ് ബ്യൂറോ അവർക്കെതിരെ നടപടിയെടുക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം. VS-നെയും പിണറായിയെയും പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് തന്നെ നീക്കം ചെയ്യുന്ന തരത്തിലേക്ക് അത്തരത്തിലുള്ള ഒരു വലിയ വിഭാഗീയ ചർച്ചകളിലേക്കൊക്കെ കേരളം വഴിമാറിപ്പോയ കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ ആ സമയത്ത് ഷാജഹാൻ വളരെ ശക്തമായി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന പിന്നെ അഡീഷണൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഉള്ള ഈ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൊഴുക്കുന്നതും പിന്നീട് ആ VS-നോട് അമിതമായ അന്ധമായ വിശ്വാസത്തോടു കൂടി അദ്ദേഹം നിലനിൽക്കുകയും ചെയ്തു. ഇപ്പോൾ അന്ധമായ പിണറായി വിരോധമായി അത് മാറുകയും ചെയ്യുന്നു. എന്തിൻ്റെ ഉറപ്പിൻ്റെ പുറത്താണ് ഈ ഷാജഹാൻ എന്ന് പറയുന്ന ആൾ ഇത്ര കൃത്യമായി ഇതിനെക്കുറിച്ച് വിവരിച്ചത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. അപ്പം ഇത് പറഞ്ഞു വരുന്നത് VD സതീശൻ പറയുന്നത് അങ്ങനെ CPM-ന്റെ അനുഭാവിയായ VS പക്ഷക്കാരനായിരുന്ന KM ഷാജഹാൻ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തൊരു കഥയ്ക്ക് പിന്നിൽ ഉള്ളത് CPM-ന്റെ തന്നെ ചില ആൾക്കാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ എങ്ങനെ VD സതീശൻ്റെ ആ ഒരു ആരോപണത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുമെന്ന് അറിയില്ല എന്നുള്ളത് വാസ്തവം. കാര്യം പ്രധാനമായും പറവൂർ സ്വദേശിനിയായ KJ ഷൈനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തവണ പറവൂർ VD സതീശനെതിരായിട്ട് മത്സരിക്കാൻ ഒരുപക്ഷെ പാർട്ടി നിയോഗിക്കുന്നത് KJ ഷൈനെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് VD സതീശൻ തന്നെ ഇങ്ങനൊരു കെണി ഒപ്പിച്ചു എന്നുള്ളതാണ് പലപ്പോഴും അല്ലെങ്കിൽ KJ ഷൈന് തന്നെ അത്തരത്തിലുള്ള ചില സംശയങ്ങളും ആരോപണങ്ങളൊക്കെ ഉയർത്തും വന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മുൻനിർത്തിക്കൊണ്ട് എന്നിട്ട് എന്നെ എന്തിനാണ് ഇതിനകത്ത് വലിച്ചിഴക്കുന്നത് എന്ന് VD സതീശൻ്റെ വളരെ നിസ്സംഗമായ അല്ലെന്നുണ്ടെങ്കിൽ വളരെ കേണപേക്ഷിക്കാൻ തരത്തിലുള്ള ഒരു ചോദ്യമുണ്ട്. അതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് വിഷമമൊക്കെ തോന്നും. ഈ കഴിഞ്ഞ ഒരു മാസമായി, അപ്പോൾ അവിടെയാണ് പ്രശ്നം, കഴിഞ്ഞ ഒരു മാസമായി കോൺഗ്രസിനെ ഈ രീതിയിൽ സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കടന്നൽ കൂട്ടങ്ങൾ. ആരാണ് അക്ഷരാർത്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് ബേസ് എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നത്, രംഗത്തേക്ക് എത്തിയത് അത് നമ്മുടെ ഈ പറയുന്ന പോലെ CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവായിരുന്നില്ല, DYFIയുടെ ഒരു പ്രവർത്തകയായിരുന്നില്ല. അവർ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന VD സതീശനെ അച്ഛനെ പോലെ കരുതുന്ന ഒരു യുവതിയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് വരുന്നത്. അപ്പോൾ അതിനുശേഷമാണ് പലരും അത് ഏറ്റെടുക്കുന്നത്. അല്ലാതെ CPM-ൽപ്പെട്ട ഒരാളല്ല അല്ലെങ്കിൽ DYFIയിലെ ഒരു വനിതാ നേതാവല്ല ഇങ്ങനെ ഒരു പരാതി ഉയർത്തിയെന്ന് VD സതീശൻ ഓർക്കണം. പിന്നെ VD സതീശനെ സൈബർ അറ്റാക്ക് നടത്തിയത്, VD സതീശനെ സൈബർ അറ്റാക്ക് നടത്തിയതിനെ കുറിച്ചും പറയുന്നുണ്ട് അദ്ദേഹം. അതിൽ അദ്ദേഹത്തിന് അതിയായ വിഷമമുണ്ട്. എന്താണ് കാണിച്ചു കൂട്ടിയത്? VD സതീശനെ സൈബർ അറ്റാക്ക് നടത്തിയതും VD സതീശൻ ഒപ്പം നിൽക്കുന്ന വനിതാ നേതാക്കന്മാരെ തെരുവിലിട്ട് അടിക്കുന്ന തരത്തിൽ, തെരുവിലിട്ട് ചവിട്ടുന്ന തരത്തിൽ അവർക്കെതിരായി ഇവിടെ സൈബർ ആക്രമണം നടത്തിയത് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്നേ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെയൊക്കെ ആജ്ഞാനവർത്തികളായ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നിട്ടാണ് VD സതീശനെ അടക്കമുള്ള ഇത്തരം നേതാക്കളെ തെരുവിലിട്ട് വലിച്ചഴിച്ചത്. അതിൽ യാതൊരു സംശയവും അക്കാര്യത്തിൽ ഉണ്ടാവേണ്ട ആവശ്യമില്ല. അതൊന്നും CPM-ന്റെ സൈബർ പോരാളികൾ ചെയ്തതേയല്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് VD സതീശൻ മറന്നു പോകുന്നത് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. പിന്നെ ബാക്കിയൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തേക്ക് പോവാം. അതോടൊപ്പം തന്നെ CPM-ന്റെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ എന്തിനും KJ ഷൈനെ ഇതിനകത്ത് ബലിയാടാക്കണമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അതിനൊന്ന് അപലപിക്കാൻ VD സതീശൻ ഒരിക്കൽ പോലും മുതിർന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഈ പറയുന്ന ഷിൻഡോ ജോൺ അടക്കമുള്ള നേതാക്കന്മാർ, BRM ഷെഫീർ അടക്കമുള്ള നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ ലീഗിലെ പ്രവർത്തകർ, ഇങ്ങനെ പലരും അവരുടെ അക്കൗണ്ടുകളിൽ, സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ ഇത്തരത്തിൽ ടീച്ചറെ അപമാനിക്കുന്ന തരത്തിൽ, ആ കുടുംബത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിൽ, ഒരു വൈപ്പിൻ MLA അപമാനിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇങ്ങനെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന സൈബർ ഈ കൊങ്ങികളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവർ ചെയ്തു പോയ പ്രവൃത്തി തെറ്റാണ് എന്ന് പോലും ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് ഒന്ന് അപലപിച്ചേനെ. അങ്ങനെ ഒരു അപലപന ഒന്നും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അദ്ദേഹം എന്തായിരുന്നാലും കഴിഞ്ഞ ദിവസം GR അനിലോട് മാപ്പ് പറഞ്ഞു. അതെന്തായാലും നല്ല കാര്യമാണ്, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് VD സതീശന് ഒരു ഇഞ്ച് പോലും തലകുനിക്കാൻ കഴിയാതെ പോകുന്നത്? കാരണം തെറ്റ് എന്ന് പറയുന്നാൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇവർക്കെല്ലാം എതിരായി കേസുകൾ പോയിട്ടുണ്ട്. KM ഷാജഹാനെതിരെ കേസ് പോയിട്ടുണ്ട്.
അപ്പോൾ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കെ.ജെ. ഷൈൻ എന്ന് പറയുന്ന പൊതുപ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്ന കാര്യം. മറ്റൊന്നും കൊണ്ടല്ല, സ്ത്രീത്വം തെരുവിൽ വലിച്ചിഴക്കപ്പെടരുത് എന്ന അതിശക്തമായ ആഗ്രഹത്തെ തുടർന്നാണ് അവർ കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. സത്യത്തിൽ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മുഖം മിനുക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ആ സാഹചര്യത്തെയൊക്കെ വെറുതെ വലിച്ചിഴച്ച് സ്വയം കൃതാനർത്ഥം എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ള അനർത്ഥങ്ങളിലൂടെ തന്നെ സ്വയം നശിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ആളുകളെ, അല്ലെങ്കിൽ ഇത്തരക്കാരായ സ്ത്രീകൾക്കെതിരായി ഇത്തരത്തിൽ മോശപ്പെട്ട പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ള ഇപ്പൊ ഷിൻഡോ ജോൺ തന്നെ കാണിച്ചു വെച്ച അബദ്ധം കണ്ടില്ലേ, നാട്ടിലുള്ള ദുർനടപ്പുകാരായ ചെറുപ്പക്കാരെല്ലാം ഉണ്ണികൃഷ്ണൻ എന്നാണ് വിളിക്കുന്നതെന്ന് ഒരു മാധ്യമത്തിന്റെ ചർച്ചയ്ക്കിടയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞ അത്രയ്ക്ക് നിരുത്തരവാദപരമായ പരാമർശം നടത്തുകയല്ലേ. അത്രത്തോളം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ഒരുപറ്റം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികൃഷ്ണൻ എന്നുള്ള പേര് ഗുരുവായൂരപ്പന് നമ്മൾ സാധാരണഗതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു പേരായിട്ടൊക്കെ അത് വരുന്നത്. ഉണ്ണികൃഷ്ണനെ കാണാൻ പോകും എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലാണ് ഷിൻഡോ ജോൺ ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ ഇരുന്നുകൊണ്ട് പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ദുർനടപ്പുകാരായിട്ടുള്ള ആളുകളെയൊക്കെ ഉണ്ണികൃഷ്ണൻ എന്നുള്ള പേരിലാണ് പരാമർശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏത് അറ്റം വരെയൊക്കെയാണ് ഇവരുടെ ചിന്താഗതികളിൽ പോകുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കും. അതുപോലെ ബി.ആർ. ഷഫീറൊക്കെ എന്തിനാണ് ഇത്ര നിരുത്തരവാദപരമായ പരാമർശമൊക്കെ നടത്തിക്കൊണ്ട് ഏറ്റവും ഒടുവിൽ നാണം കെട്ട് പോസ്റ്റ് മുക്കി വലിയുന്ന കുറേയധികം ആൾക്കാർ. ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ വി.ഡി. സതീശന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ദോഷം ചെയ്യും. വി.ഡി. സതീശനെ പോലുള്ള ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പക്ഷേ നേരത്തെ അങ്ങ് തന്നെ സൂചിപ്പിച്ചു, വി.ഡി. സതീശൻ തന്നെ സൂചിപ്പിച്ച പോലെ ഒരു രാഷ്ട്രീയ വനവാസത്തിലേക്കുള്ള തുടക്കമായി മാറാനും സാധ്യതയുണ്ട്.